എന്തെങ്കിലും ഒന്ന് ശരിയാവണേ ദൈവമേ. ഓക്കെ ഇവൻ നീ ഓക്കെ നിന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ ഇന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഇന്ന് എന്തെങ്കിലും ചെയ്യണം. ഓക്കെ നമുക്ക് ലാലേട്ടൻ സുരേഷ് ഗോപി വിച്ച് ഇസ് മീ കാക്കത്തോറി തിഗരീഷ് വേണ്ട ലാലേട്ടൻ മതി. ലാലേട്ടൻ മതി. എന്താ മോനെ കൊച്ചു വർക്കിക്ക് എന്താ ഇവിടെ കാര്യം? ഇവിടുത്തെ ക്ലാരിയുടെ ഒരേ ഒരു കെട്ടിയോൻ. ഓ ചേച്ചിയുടെ എന്തുവാ? ഒന്നുമില്ലല്ലോ. എന്താ കാര്യം? ഇവിടെ എന്താ കാര്യം? താനാണ് ഇവിടുത്തെ പുതിയ വാടകക്കാരനല്ലേ? അതെ, ഞാനാണ് ഇവിടുത്തെ വാടകക്കാരൻ. എന്തേ? തനിക്ക് എന്താ ജോലി? ഞാനൊരു എഞ്ചിനീയർ. ആണോ? കല്യാണം കഴിച്ചാണോ? അല്ല. എന്താ നോക്കി തരുമോ? കൊച്ചുങ്ങളുണ്ടോ? അല്ല, കല്യാണം കഴിച്ച ആണോ? കല്യാണം കഴിച്ചിട്ടില്ല, കൊച്ചുങ്ങളും ഇല്ല. മനസ്സിലായ? എന്താണെന്ന് വെച്ചാൽ പറയാ. ഇവിടുത്തെ പട്ടീൻ്റെ അടുത്തും പൂച്ചേൻ്റെ അടുത്തും ചോദിച്ചാൽ അറിയാം. എന്ത് കല്യാണം കഴിച്ചോ? വർക്കിയെ കുറിച്ചിട്ട്. ഓ പിന്നെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ, ചോദിക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത് തന്നെ അവിടെ നിങ്ങോട്ട് താമസം മാറും. എന്തിനു? അവിടെ താമസിച്ചാ പോരെ? അല്ല, ഇവിടെ സ്ഥിരമാക്കേണ്ടതാണ്. ഓഹോ, അപ്പൊ എഗ്രിമെന്റ് സാധനം ഉണ്ടല്ലോ, അതെന്തിനാ? പുഴുങ്ങി എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നതാ നിയമം. സമയത്ത് പെറുക്കാതെ എല്ലാം കിടന്ന് കിളുത്ത് തുടങ്ങി. ഞാൻ ഇനി എല്ലാം പെറുക്കി തരാം കേട്ടോ. എനിക്ക് സാലറി ഒന്നും തരണ്ട. അല്ലേലും ആര് തരാൻ പോകുന്നു? ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാനേ തൃശ്ശൂര് വരെ ഒന്ന് പോയാലോന്ന് ആലോചിക്കുക. എന്തിനാ? അവിടെ 29 രൂപയ്ക്ക് ഭാരതടി കൊടുക്കാൻ തുടങ്ങി. ആന്റിക്ക് എന്താ വട്ടാണോ? ഇവിടത്തെ സർക്കാർ 1 രൂപക്ക് അരി കൊടുക്കണ്ടല്ലോ, പിന്നെ എന്തിനാ ഈ ഭാരത് അരി മേടിക്കാൻ വേണ്ടി തൃശ്ശൂർ വരെ പോണേ? ഇവിടുത്തെ സർക്കാർ കൊടുക്കുന്ന പുഴുക്കലരി അല്ലേ? അതെന്താ ഈ പുഴുക്കലരി? പുഴു പ്ലസ് കല്ല് പ്ലസ് അരി, പുഴുക്കല്ലരി. അല്ല ആന്റി, ഇവരെന്താ ഈ തൃശ്ശൂര് കൊടുക്കുന്നേ? അതെന്താ എറണാകുളത്ത് കൊടുക്കാത്ത? അതിന് എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് അവരെ കാണുമല്ലോ, അപ്പൊ ചോദിക്കണം. എന്റെ ആന്റി ഇവിടുന്ന് 40 രൂപ കൊടുത്ത് 1 കിലോ അരി കിട്ടും. എന്നിട്ട് തൃശ്ശൂർ വരെ പോയിട്ട് ആ ടൈമും ഇതും ആന്റിക്ക് എന്താ? അയ്യോ, പറഞ്ഞാണൊക്കെ അത് നേരാണല്ലോ. വണ്ടിക്കാശും ലാഭമുണ്ട്, സമയവും നഷ്ടം. ആന്റി ഈ ബുദ്ധി വെച്ചോണ്ടാ ആന്റി ഈ വീടൊക്കെ പണിയാൻ പോണേ. എന്നെ മാനേജർ ആക്കിക്കോ. ഇത്ര കാലം ഇതൊക്കെ ഈ ബുദ്ധിയും വെച്ചിട്ട് തന്നെ മാനേജ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഒരു കുഴപ്പം ഉണ്ടായില്ല. പക്ഷെ എന്നെ മാനേജറാക്കി വെച്ച ആന്റിക്ക് വെച്ചടി കേറ്റായിരിക്കും. വെച്ചടി കേറ്റല്ലോ. ആരുടെങ്കിലും കയ്യിൽ നിന്ന് മേടിച്ച് കിട്ടുവോ? അതെ, ഇവിടെ താമസിക്കണമെങ്കിലേ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ? ഫസ്റ്റ് കണ്ടീഷൻ, ഇവിടെ മദ്യപാനം പാടില്ല. ഭക്തിഗാനം പാടില്ലെന്നോ? മദ്യപാനല്ല, മദ്യപാനം പാടില്ല. ഓക്കെ. അടുത്ത കണ്ടീഷൻ? രണ്ടത് ഓക്കെ പാടില്ല. രണ്ടും ഇല്ലേ, ചമ്മി പോയേ. അടുത്ത കണ്ടീഷൻ എന്തുവാ? അത് നിന്റെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ രണ്ടാമത്, ഇവിടെ പുറത്തുള്ളവരെ കൊണ്ടുവരാൻ പാടില്ല. പുറത്തുനിന്ന് ആരെ കൊണ്ടുവരാൻ? ഇവിടുന്ന് സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം. സംഗീതം അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം. അലഞ്ഞിട്ടുണ്ട് അതും തേടി, അലഞ്ഞിട്ടുണ്ട് അതും തേടി. അത് എളുപ്പം. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമണി കിടന്നവന് പെട്ടെന്നൊരു വെളിപാടുണ്ടായി.
നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമണി കിടന്നാണ് പെട്ടെന്നൊരു വെളിപാടുണ്ടായി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമണി കിടന്നാണ് പെട്ടെന്നൊരു വെളിപാടുണ്ടായി. ഗ്വാളിയറിലേക്ക് വെച്ച് പിടിക്കാൻ എന്തിനാ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം, ഗ്വാളിയറിലേക്ക് വെച്ച് പിടിക്കാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണം. ഗ്വാളിയർ കഥാന മാജിക് പീക്കോക്കിനെ കുറിച്ച് അറിയാൻ ചെന്നപ്പെട്ടത് ഒരു സിംഹത്തിൻ്റെ മടയിൽ. ഒരു അകലും തോറും ഓക്കെ പറഞ്ഞു നോക്കാം. സംഗീതം അകലും തോറും ആഴം കൂടുന്ന മഹാസാഗരം അലഞ്ഞിട്ടുണ്ട് അതും തേടി. നിലാവിൽ യമുനയുടെ കരയിൽ നക്ഷത്രമണി കിടന്നവന് പെട്ടെന്നൊരു വെളിപാട് ഉണ്ടായി. മാറി നിൽക്കില്ലെങ്കിലുണ്ടല്ലോ വെറുതെ അടിക്കില്ല. അല്ല ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നിന്റെ കഷ്ടത്തിന് വല്ല കുരുവുണ്ടോ? അല്ല ഇത് ഇങ്ങനെ വെച്ചോണ്ട് ഇങ്ങനെ ആട്ടുന്നതിനെ കൊണ്ട് ചോദിച്ചതാ. സ്ട്രെച്ചിങ് ആടോ. നിങ്ങൾ എന്തിനാ മനുഷ്യ ഈ ആമ്പിള്ളേർ മസിൽ വരിപ്പിക്കുന്നിടത്ത് വന്ന് നോക്കി നിൽക്കുന്നത്? അതെ ക്ലാരൻറ്റി, അതെന്താണെന്നറിയോ, ഇയാള് ഞങ്ങളുടെ അടുത്ത് കുറെ കണ്ടീഷൻ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്ത് കണ്ടീഷൻ? ഇയാള് ഇയാള് പറയണേ ഞങ്ങൾ വെള്ളം അടിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ആദ്യം വിളിച്ച് പറയണമെന്ന്. പിന്നെ അതേപോലെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ എബോ 35 ഇയേഴ്സ് വിളിക്കുകയാണെങ്കിൽ ഇയാളെ വിളിച്ച് പറയണമെന്ന്. പിന്നെ അതേപോലെ ക്ലാര ആന്റിയുടെ കയ്യിൽ റെന്റ് കൊടുക്കരുതെന്ന്. എന്റെ ഗൂഗിൾ പേ നമ്പർ അവളാണെങ്കിൽ പറ്റിക്കൂന്ന് തന്നെ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്കുകയാണോ ഈ പറയുന്നേ? ഒന്ന് പോടോ. വെറുതെയാണെന്നേ. നിങ്ങളുടെ മനസ്സിലിരിപ്പ് കൊള്ളാമല്ലോ. എനിക്ക് ആകെ കിട്ടുന്ന ഒരു വരുമാനം, ഇനി അതും കൂടെ നിങ്ങൾക്ക് വേണോ? ഞാനെന്താ കാണിച്ചെന്നാ? ആന്റി എന്തറിഞ്ഞിട്ട് അങ്കിളിന്റെ മേത്തോട്ട് കയറണേ? ഇവനെ കുറിച്ച് ആന്റിക്ക് വല്ല അറിയാവോ? ഞാൻ എത്ര കാലം കൊണ്ട് കാണുന്ന കിരൺ മോനെ. അല്ല, ഒരു 1.5 ആഴ്ച കൊണ്ടൊക്കെ ഒരു മനുഷ്യനെ മനസ്സിലാക്കുന്ന സമയം ധാരാളം. അതെ അതെ അതെ, മതി 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 മതി. ഇവന് കോളേജിൽ വിളിച്ചോണ്ടിരുന്ന പേരെന്താന്ന് അറിയോ? KK. അതായത് കള്ളൻ കിരൺ. ഇവളെന്താ വിളിച്ചോണ്ടിരുന്നറിയോ? നാരദ നിത്യ. ഓ, അതിനൊരു അന്തസ്സുണ്ടടാ, നാരദനല്ലേ? നാട്ടുകാരോട് കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നാണല്ലോ അന്തസ്. ഒന്ന് പോടി. കള്ളന്മാരെയൊക്കെയാണ് നീ വീട്ടിൽ കൊണ്ടേ പാർപ്പിച്ചിരിക്കുന്നതല്ലേ? കിരണ്ണും കല്ലാന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? പക്ഷേ ആന്റി ഇത് മോശമുണ്ട് കേട്ടോ. ഇവന്റെ ഒക്കെ മുന്നിൽ വെച്ച അങ്കിളിനെ ഇങ്ങനെ അപമാനിക്കുന്നത് ശരിയല്ല കേട്ടോ. ഞാൻ ഇതിന് സപ്പോർട്ട് ചെയ്യില്ല. ഇതൊന്നും എനിക്ക് അതന്നെ ഒന്നുമില്ലെങ്കിൽ കെട്ടിയവനല്ലേ. കണ്ണിന് കൃഷ്ണമണി പോലെയാ. 30 കൊല്ലമായിട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളെ. ഓ, കൃഷ്ണമണി എടുത്ത കൈ വെച്ചോണ്ടായിരിക്കും നടക്കുന്നത്, കയ്യിലോട്ട് അടിച്ചു കാണിക്കാനായിട്ട്. നീ എന്തോത്തിനാണ് ഇറക്ക ഇപ്പൊ ചിരിച്ചത്? ഞാൻ കൗണ്ടർ അടിച്ചോ? ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ കൗണ്ടർ അടിച്ചെന്നാ? ആഹാ, അത് കൊള്ളാലോ. അല്ല ആന്റി അല്ലേ ഇത്രയും നേരം അവനെ സപ്പോർട്ട് ചെയ്തത്? എന്ന് പറഞ്ഞ് മനുഷ്യന്റെ ഇവിടെ ഉള്ളൊരുക്കി ഓരോ കാര്യം പറയുന്നതിന്റെ ഇടയ്ക്ക് അവൻ ഒരു ചിരി തമാശ. ചേച്ചി കൗണ്ടർ പറഞ്ഞിട്ടല്ലേ? അല്ല, ഈ അങ്കിളുമായിട്ട് സംസാരിച്ച ആർക്കായാലും ഇങ്ങനെ പ്രാന്തായി പോകും. ആന്റി ഇങ്ങനെ അങ്ങനെ പറയുന്നത് ശരിയല്ല. പെട്ടെന്ന് ഇങ്ങനെ പ്ലേറ്റ് മാറ്റിയിടാ. ചോറ് ഇവിടെ മാന്യമിലേക്ക് സംസാരിച്ചോണം. അല്ല, ഞാൻ എപ്പോഴാ നിങ്ങളുടെ ചോറുണ്ടത്? തിളച്ച് നീ അങ്ങോട്ട് പോവാ. നീ എന്നെ ഇപ്പൊ കൊല്ലുവാട് പെണ്ണെ. ആ കൊല്ലണം എന്ന് വിചാരിച്ചാലേ ഞാൻ കൊല്ലും. എന്റെ കർത്താവേ, എന്റെ വീട്ടിൽ വന്ന് നിന്നിട്ട് എന്റെ കൊല്ലുവന്നില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന കാശിന് തന്നിട്ടല്ലേ? വാടക തരുന്നില്ലേ? ഈ നിമിഷം ചവിട്ടി ഇറങ്ങണം. അങ്ങനെ ഇറങ്ങാൻ പറ്റുന്നില്ല ചേട്ടാ, ഞങ്ങളുടെ എഗ്രിമെന്റ് ഉണ്ട്. അയ്യടാ, ചവിട്ടി ഇറക്കാൻ ഇങ്ങോട്ട് വന്നാലും മതി. ഇവനെ ജിമ്മനാ 500 കിലോന്റെ ഇരുമ്പ് കമ്പി എടുത്ത് പൊക്കുന്നവനാ, പുഷ്പം പോലെ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തോ വർത്താനേ ഈ പറയുന്നേ? ചവിട്ടി ഇറക്കി വിട്ടാലേ ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് കാശ് ഞാൻ എങ്ങനെയാ മേടിക്കുന്നത്? അവരുടെ കയ്യിൽ എഗ്രിമെന്റ് ഉണ്ട്. മോളെ നീ പറയുന്നത് കേട്ടാ? അവള് പറയുന്നത് കേട്ടാ? അതെ, ഈ ബിസിനസ് എന്ന് പറഞ്ഞോട്ട് ഭാര്യനെ ഇവിടെ ഒറ്റക്കാക്കി എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് പോകുമ്പോഴേ അങ്കിളും കുറച്ച് ആലോചിച്ചു. അങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ചേച്ചിയോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടാവോ? ആ തലയിലോട്ട് നോക്കി മുടിയെല്ലാം പോയി ഒന്ന് നോക്കി. എടാ, നീ എന്ത് ഇതിലാടാ നീ എവിടുന്നോ കേറി വന്നിട്ട് ഇവരെ തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്നേ? അല്ലേ തന്നെ കൊച്ചു പറഞ്ഞാലും എന്നാ കാര്യം? എന്നാ കുഴപ്പം? എന്നാ കൊച്ചോ? ഈ മിരക്കനെ നോക്കിട്ട് കൊച്ചെന്നോ? അയ്യേ, എനിക്ക് കിരൺ മോനെ മോനെ പോലെ തന്നെയാ. മോനെ പോലല്ലേ? മോനല്ലല്ലോ. ആ മോനല്ലെങ്കിൽ എന്താ മോനെ പോലെ കണ്ടൂടെ? വൃത്തിയോട് പറഞ്ഞ ഞാൻ ആ മൊട്ടത്തല നോക്കി മൊട്ടത്തല നോക്കാൻ ഇങ്ങോട്ട് വന്നാലും മതി. അയ്യടാ, സംരക്ഷിച്ച് പിടിക്കുവോ? ആ പിടിക്കും. എന്റെ കൈ വാടക കൊടുത്തിട്ടൊന്നുമില്ല. നിങ്ങൾ സംസാരിച്ചു ചേച്ചി, മര്യാദയ്ക്ക് അയാളെ നിർത്തിക്കണം കേട്ടോ. ഓരോ കണ്ടീഷൻ കൊണ്ട് വന്നിട്ടല്ലോ അയാളെ. നീ ഇന്നാളൊക്കെ ആന്റി തന്നെ വിളിച്ചോണ്ടിരുന്നു കേട്ടോ. കേൾക്കണ്ട, വിളി മാറി തുടങ്ങി. ഇനി കുറയുമ്പോ വിളിക്കാൻ തുടങ്ങും. എങ്ങോട്ടാ കേറി പോണേ? ആന്റി ഞാൻ പോവാണ്. നിനക്കതാണ് നല്ലത്. ഞാൻ കപ്പ പറിക്കാൻ പോട്ടെ. ഞാൻ അവിടെ പലതും നടക്കും. ആന്റി എന്തിനാ ഇയാളെ ഇങ്ങനെ കൊണ്ടു നടക്കണം? ഡിവോഴ്സ് ചെയ്തൂടെ? എന്തോ പറയാനാ തലേ വന്ന് കേറിപ്പോയത്. അയ്യോ മോളെ, നമ്മൾ എന്തിനായിരുന്നു വന്നത്?
ഇത് പൊറുക്കാനല്ലേ? എന്നാ വാ പെറുക്കാം.